ജനുവരി 30 വെള്ളിയാഴ്ച. മർക്കോസ് 4:26 മുതൽ 34 വരെ വാക്യങ്ങൾ. നമ്മൾ ജീവിക്കുന്ന തിരക്കേറിയതും ബഹളമയവുമായ ലോകത്ത് നിശബ്ദത ചിലപ്പോൾ ലജ്ജാകരവും പലപ്പോഴും വിരസവുമാണ്. ഒരു റെഡംപ്റ്ററിസ്റ്റ് പുരോഹിതനായിരുന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ഫാദർ ബെർണാഡ് ഹെയറിംഗ് തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചപ്പോൾ ആഴ്ചകളോളം നിർബന്ധിത നിശബ്ദത പാലിച്ചു. നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായി ഒരു കൃത്രിമ വോക്കൽ കോഡ് അദ്ദേഹത്തിൽ പിടിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ആ 5 ആഴ്ചത്തെ മൗനം സൗജന്യമായി ലഭിച്ചു. ജീവിതം തുടർച്ചയായ ഒരു സംഭാഷണമാണെന്ന് അതെന്നെ പഠിപ്പിച്ചു. ധ്യാനാത്മകമായ ജീവിതത്തിനുള്ള ഒരു അവസരം ദൈവം എനിക്ക് നൽകുകയാണെന്ന് ഞാൻ കരുതി. 5 ആഴ്ചത്തെ മൗനത്തിനിടയിൽ ഞാൻ എൻ്റെ പ്രത്യാശ ജീവിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ദൈവരാജ്യത്തെ സവിശേഷമായ രീതിയിൽ വിവരിക്കുന്നു. ദൈവരാജ്യം തൻ്റെ വയലുകളിൽ വിത്ത് പാകിയ ഒരു മനുഷ്യനെ പോലെയാണെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. വിത്ത് സ്വയം വളരുമെന്ന് വിശ്വസിച്ച് കർഷകൻ തൻ്റെ ദൈനംദിന ജോലികളിൽ ഏർപ്പെടും. വിത്തുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിനെക്കുറിച്ച് കർഷകന് അമിതമായ ആശങ്കയില്ല. അവ സ്വാഭാവികമായ വളർച്ച അവയ്ക്കുണ്ടാകുമെന്ന് കർഷകന് അറിയാം. അവ മുളച്ചു വളരും. വിള പൂർണ്ണമായാൽ കർഷകന് വിളവെടുക്കാൻ സാധിക്കും. തൻ്റെ ശ്രോതാക്കളോട് യേശു പറയുന്നത് ദൈവരാജ്യവും സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നെന്നാണ്. ദൈവരാജ്യം ഭൂമിയിൽ നട്ട ചെറിയ കടുക് വിത്തിനെ പോലെയാണ്. അത് ഏറ്റവും ചെറിയ വിത്താണ്. എന്നാൽ ചെടി പൂർണ്ണമായി വളർന്നു കഴിയുമ്പോൾ അത് ഭൂമിയിലെ ഏറ്റവും വലിയ സസ്യങ്ങളിൽ ഒന്നാണ്. വിത്തുകൾ ചെറുതും ദുർബലവുമാണ്. പക്ഷെ അവയ്ക്ക് മുളച്ചു വളരാൻ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും വളരാൻ സാധിക്കും. നമ്മുടെ പ്രേരണയില്ലാതെയും പലപ്പോഴും നമ്മുടെ അറിവില്ലാതെയും വളർച്ച സംഭവിക്കുന്ന ഒരു നിഗൂഢ യാഥാർത്ഥ്യത്തിന് വിത്തുകൾ നല്ലൊരു ഉദാഹരണമാണ്. ഒരു സുഹൃത്ത് തൻ്റെ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന മകൻ ഒരു സയൻസ് പ്രൊജക്റ്റ് ചെയ്തിരുന്ന കാര്യം പറഞ്ഞു. നിരവധി വിത്തുകൾ അവൻ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചു. അവ എത്ര വേഗത്തിൽ വളർന്നുവെന്ന് നിരീക്ഷിക്കാനാണ് ടീച്ചർ പറഞ്ഞത്. എന്നാൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു. എല്ലാ ദിവസവും ഈ വിത്തുകൾ വളരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് അത് പൊക്കി നോക്കും. പിന്നെ എങ്ങനെ അത് വളരും? വളരുന്ന വിത്തുകളുടെ ഉപമ വിശ്വാസവും ക്ഷമയും പുലർത്താൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം വിത്തുകൾ അവരുടെ ജോലി ശരിയായി നിർവഹിച്ചുകൊള്ളും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.